ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ യു മാനിഫെസ്റ്റിംഗ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്? നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ഒരു വൈബ്രേഷൻ കൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക്? ഓക്കെ, അപ്പം അതിന് ഞാൻ മേജർ ആർക്കാന മാത്രം എടുക്കുന്നുണ്ട്. അതായത് മേജർ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള സാധ്യത. ആൻഡ് നമുക്ക് ബാക്കി ഒരാക്കൾ അതിലേക്ക് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ലൈക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ടോ അറിഞ്ഞിട്ടും അറിയാനും ഓക്കെ, രണ്ടും. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ വൈബ്രേഷൻ നിങ്ങൾ മാറ്റിയെടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് വേണ്ടത് നമുക്ക് ആ രീതിക്ക് കൂടി നമുക്ക് മനസ്സിലാക്കാമല്ലോ. നമുക്ക് എന്തെങ്കിലും മാറ്റാനുണ്ടോ, ചിന്തകൾ മാറ്റാനുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെഗറ്റീവ് വരുന്നു എന്ന് തോന്നിയാൽ അതിനെ ഓക്കെ, ഒരു കാര്യം പറയാം. നമ്മൾ ഈ കാണുന്നത് ടാരോയിൽ കാണുമ്പോൾ, നമ്മൾ നെഗറ്റീവ് കാണുമ്പോൾ നിങ്ങളതിനെ മനസ്സിലാക്കാം. ഓക്കെ, ഇതിനെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ തുടങ്ങാം. ഓക്കെ, നെഗറ്റീവ് കണ്ടു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെ വരും എന്ന് വിചാരിക്കരുത്. നിങ്ങളതിനെ മാറ്റാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ആ രീതിക്കൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ? ലെറ്റ്സ് സീ. ഹെർമിറ്റ് ഉണ്ട്. ഓക്കെ, മേജർ ആർക്കാന കൂടുതൽ എടുക്കുന്നില്ല, ജസ്റ്റ് കാർഡ്സ്. ടെമ്പറൻസ്, വെരി ഗുഡ്, മോശം, നല്ല കാര്യങ്ങൾ. കണ്ടു. ഓക്കെ, ഡെവിൾ ആൻഡ് ദ വേൾഡ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ഓക്കെ, ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് എടുക്കുന്നത്. നെഗറ്റീവായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല, ഞാൻ എടുക്കില്ല. തോന്നില്ല, എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. ഞാൻ പറയാം, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ ഉണ്ട്. ഓക്കെ, past life, understanding, very good. Morality, schizophrenia, okay. Nothingness, okay, great. Stress and ഓക്കെ, എനിക്കൊന്നും കൂടി എടുക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. ലൈക്ക് ഇറ്റ്. ഇവിടെ ലേസിനെസ് ഉണ്ട്, ഇവിടെ ബോട്ടം. ഓക്കെ, ബ്രൈറ്റ്നെസ്, വെരി ഗുഡ്. ആൻഡ് ഓക്കെ, മറ്റേ കാർഡിനി ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടേക്കോ നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലേശം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. സൈലൻ്റ് ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവാം, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഓക്കെ, കുറച്ച് നിങ്ങൾ സ്പേസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവനവന് വേണ്ടി എവിടെയോ കുറേ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും ആയിരിക്കാം നിങ്ങളിങ്ങനെ ആക്കിയത്. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ്. ഈ ഹെർമിറ്റ് സ്പേസ് എപ്പോഴും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് കുറേ ചിന്തകൾ, ഓക്കെ, ബട്ട് നെഗറ്റീവിലേക്ക് പോവാതെ ശ്രദ്ധിക്കാം. എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മൾ വേഗം നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. സോ അത് മാത്രം നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ബട്ട് എനിക്കിവിടെ കാണുന്ന പോസിറ്റീവാണ്. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാനും അവനവനെക്കുറിച്ച് ഒന്ന് റിയലൈസ് ചെയ്യാനും കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടൈം നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൈവം തന്നൊരു സമയമാണ്. നിങ്ങളൊന്ന് കാര്യങ്ങൾ കൂടുതൽ റിയലൈസേഷൻസ് നിങ്ങൾക്ക് വരാനുള്ള സമയമാണ്. ഓക്കെ, അത് നിങ്ങൾ കുറച്ച് പേര് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, വളരെ നല്ലതാണ്. സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുന്നുണ്ടാവും. പ്രാർത്ഥന അതിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ അടുക്കുന്നുണ്ടാവും, വളരെ നല്ല കാര്യം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണുന്ന പാസ്റ്റ് ലൈഫ് എന്ന് കണ്ടു. സോ എവിടെയോ നിങ്ങളുടെ ആ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും കർമ്മ ഉണ്ടെങ്കിൽ അത് തീർന്നു വരാൻ പോവാണ്. ഓക്കെ, അത് തീരാനുള്ള ഒരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കർമ്മകൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത നമ്മുടെ എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ടൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനെയൊക്കെ തിരുത്താനുള്ള സമയം, അതൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ നല്ലതിലേക്ക് മാറാനുള്ള ഒരു സമയം, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ
അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ടെന്നുണ്ട്. ഇവിടെ ടെമ്പറൻസും ഉണ്ട്. ടെമ്പറൻസ് ബാലൻസ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ ഈ അവനവനെ നോക്കി തുടങ്ങുമ്പോൾ നിങ്ങളിൽ തന്നെ ഒരു ബാലൻസ് വരാൻ തുടങ്ങും. നമ്മൾ ശരിക്കും അവനവനെ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ സോറി, അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കരുത്. അങ്ങനെ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കാം. നമ്മൾക്കൊക്കെ മേലെ ഒരു പവർ ഉണ്ട്, ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട്. ആ ഒരു ശക്തിയാണ് എല്ലാം നമ്മളെ നയിക്കുന്നത് എന്ന രീതിയിലൊക്കെ കുറേ മനസ്സിലാക്കൽ വരും. അപ്പം നിങ്ങൾ കുറേ ശാന്തമാവാൻ തുടങ്ങും. എന്തും നമ്മൾ വളരെയധികം നമ്മൾ സ്ട്രെസ് വിട്ട് കളയും. ആൻഡ് ഇവിടെ ബോട്ടം ആക്ച്വലി ഇവിടെ നേരത്തെ സ്ട്രെസ് ഉണ്ടായിരുന്നു, അത് പോയി. നിങ്ങൾ ആ സ്ട്രെസ്സൊക്കെ വിട്ട് കളയും. ഐ തിങ്ക് നിങ്ങളൊരു വളരെ ബാലൻസിൽ വരും. അതായത് വളരെ ശാന്തമാവാൻ തുടങ്ങും നിങ്ങൾ. ആൻഡ് ഇവിടെ ഹെർമിറ്റിൽ ഇരിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളെല്ലാം ഒരു കുറേ ബാലൻസ് വരാൻ തുടങ്ങും. എന്ത് കാര്യം നിങ്ങൾ ഓവർ എക്സൈറ്റഡും ആവില്ല, ഓവർ സാഡും ആവില്ല. ആ രീതിയിൽ അതായത് നല്ലത് വരുമ്പോൾ യെസ് നിങ്ങൾ ഹാപ്പിയാണ്, പക്ഷെ ഓവർ ഭയങ്കര സന്തോഷം എന്ന രീതിയിലല്ല. സാഡ് വരുമ്പോൾ എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതും നമുക്ക് ഓവർകം ചെയ്യാം എന്ന രീതിയിൽ ഒരു ബാലൻസ് നിങ്ങളിൽ വരുന്നതായിട്ടാണ്. ആൻഡ് ഇവിടെ ശരിക്കും അത് ശിവശക്തി എന്ന രീതിയിലാണ് പറയുക. അത് ശിവശക്തി എന്ന് എടുക്കണമെന്നില്ല, നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ സൈഡ് ബാലൻസ്, അതായത് നമ്മളുടെ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡിൻ്റെ ബാലൻസ് എന്നാണ് പറയുക. ആ രീതിക്ക് നിങ്ങൾ ആവാൻ തുടങ്ങുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, എവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആവണോ അവിടെ പ്രാക്ടിക്കൽ ആവുക, എവിടെ നിങ്ങൾ ഇമോഷണലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണോ അങ്ങനെ ഇമോഷണലായിട്ട് ഡീൽ ചെയ്യുക. സോ അതിനെ ഒരു ബാലൻസിൽ നിങ്ങൾ കൊണ്ടുപോകും, ഏതും ഓവർ ആവാതെ. ആ രീതിക്ക് നിങ്ങളുടെ ഒരു ബാലൻസ്, അത് യെസ് മെഡിറ്റേഷൻ ത്രൂ ഒക്കെ വളരെ പോസിബിൾ ആണ്. ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് മെഡിറ്റേഷനിൽ ഇരുന്നാൽ തന്നെ കുറേ നിങ്ങളുടെ മൈൻഡ് ശാന്തമാവാൻ തുടങ്ങും. ഒരു ബാലൻസിലേക്ക് നിങ്ങൾ എത്താൻ തുടങ്ങും. അണ്ടർസ്റ്റാൻഡിങ് എന്നുണ്ട്. യെസ്, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറേ റിയലൈസേഷൻസ് വരുന്ന കാര്യമാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഒരു കൂട്ടിൽ അടച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നല്. നമ്മുടെ 8 of Swordsനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് തോന്നല് മാത്രമാണ് അതായത് ആ കൂട്ടിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. എന്തും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റിയലൈസേഷൻസ് വരുന്ന പോലെയുണ്ട്. ആൻഡ് ഇവിടെ ഡെവിൾ കാർഡ് ഉണ്ട്. ഡെവിൾ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന്. ഡെവിൾ എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളത് അത് മാറി വരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ കുറേ ഓവർ തിങ്കിങ് നിർത്തും, നെഗറ്റീവ് തിങ്കിങ് നിർത്തും. പേടികൾ, നിങ്ങളുടെ നിങ്ങൾ ഫിയേഴ്സ് ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതായത് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അത് കഴിഞ്ഞത് ഇവിടെ വേൾഡാണ്. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. അതായത് ഒരു പുതിയ തുടക്കങ്ങൾ, സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു സൈക്കിൾ തുടങ്ങാൻ പോകുന്നു. ആൻഡ് ഐ തിങ്ക് ആ ഒരു മാറ്റം, ആ മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളിങ്ങനെ അവനവനെ അനലൈസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറി തുടങ്ങുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പേടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണമാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ പുതിയ സൈക്കിൾസ് തുടങ്ങുന്നതായിട്ടാണ്. വേൾഡ് എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് എന്ന് പറയാം. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഞാനിതൊരു പ്രത്യേക ഡേറ്റ് ടൈമൊന്നും അങ്ങനെ ആലോചിച്ചിട്ടല്ല എടുത്തത്. ഫ്യൂച്ചറിലേക്ക് അങ്ങനെ എടുത്തോളൂ. മേ ബി ഈ കമ്മിങ് 1 month എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചോളൂ. ജനുവരി 2025 എടുക്കാം അല്ലേ? 2025 നിങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻഡ് ഇവിടെ മൊറാലിറ്റി ഉണ്ട്. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ആൻഡ് റോങ് തമ്മിലുള്ള ഒരു നിങ്ങളുടെ മനസ്സിൽ, അതായത് തെറ്റുകളും ശരികളും എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. എന്താണ് തെറ്റ്, എന്താണ് ശരി, നിങ്ങളത് കറക്റ്റായിട്ട് ഐ തിങ്ക് ഫോളോ ചെയ്യാൻ തുടങ്ങും. തെറ്റുകൾ ചെയ്യാതിരിക്കുക മാക്സിമം, ആൻഡ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന രീതിയിൽ നിങ്ങൾ കുറെ കൂടി മോറൽ ഒരു വാല്യൂസ് നിങ്ങൾ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഷിസോഫ്രെനിയ, അതായത് ഉറക്കമില്ലായ്മ. ഡെവിൾ കാർഡ് ഞാൻ പറയുമ്പോൾ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി വരും. അതിൽ നിന്നൊക്കെ നിങ്ങളൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും. ആ ഒരു ഉറക്കമില്ല, നിങ്ങളുടെ മനസ്സിലെ പേടികൾ, ഷിസോഫ്രെനിയ പേടി എന്നൊക്കെ പറയും. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറുന്നതാണ് കാണുന്നത്. ആൻഡ് ഇവിടെ നത്തിങ്നെസ്, ശൂന്യത. ശൂന്യത എന്ന് പറയുമ്പോൾ ഇതിവിടെ നിങ്ങളിപ്പോൾ ആ സ്റ്റേജിലേക്കാണ് വരുന്നത്. ഒന്നും നിങ്ങൾക്ക് ബാധിക്കാത്തൊരു ലെവലിൽ, ഒന്നും നിങ്ങളെ അധികം ബാധിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ സന്തോഷം വന്നാലും നിങ്ങൾ ഓക്കെയാണ്, സങ്കടം വന്നാലും നിങ്ങൾ ഓക്കെയാണ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക്. നത്തിങ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത രീതിയിൽ. ആൻഡ് ഇവിടെ അതിനുശേഷം പക്ഷെ നിങ്ങൾക്ക് കാണുന്നത് ലൈഫിൽ ഫ്ലവറിങ് ആൻഡ് വേൾഡ് കാർഡ്, നമുക്ക് രണ്ടും ഒരേ കാര്യം. അതായത് വാവ്, കാണാനും ഒരേപോലെയാണ്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചു. ഇതിലും താമരയിൽ നമ്മുടെ ദേവി ഇരിക്കുന്നുണ്ട്, ഇതിലും താമരയിൽ ഒരു ലേഡി. വാവ്, ഞാൻ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല അത്രയ്ക്ക്. എവിടെയോ ഒരു സിമിലാരിറ്റിയും തോന്നി. പക്ഷേ
യെസ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഒരു പുതിയ സൈക്കിൾ തുടങ്ങുന്നു, പുതിയ ബിഗിനിങ് വരുന്നു, ഫ്ലവറിങ് വരുന്നു. ഫ്ലവറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഫലങ്ങൾ കിട്ടുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, പൂക്കാലം വരുന്നു എന്ന് പറയാം അല്ലേ, കുറച്ചുകൂടി ലേസിനെസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മാറ്റിയെടുക്കേണ്ട കാര്യം ലേസിനെസ്. ഓക്കെ, നിങ്ങൾ അട്രാക്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ തീം വിട്ടുപോയി. ഓക്കെ, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ലൈഫിലേക്ക് ഓക്കെ ഇതൊക്കെയാണ്, ഈ നല്ല കാര്യങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ബാലൻസ് ആണ് മെയിനായിട്ട്. ഈ ഒരു ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണല്ലോ ശരിക്കും, ലൈക്ക് ഒന്നും നമ്മളെ ബാധിക്കാത്ത ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചാൽ അത് സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഓക്കെ അങ്ങനെ പറയാം. യെസ്, നിങ്ങൾ അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ്. ഓക്കെ, നിങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നമ്മൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പേടികൾ, ഫിയേഴ്സ് ഒക്കെ ലെറ്റ് ഗോ ചെയ്യാണ്, ലേസിനെസ് വിട്ട് കളയണം. ഓക്കെ, ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് യെസ് അഗെയിൻ സെയിം തിങ്, റൈപ്നെസ്. ഓക്കെ, ഫ്ലവറിങ് ആൻഡ് റൈപ്നെസ് രണ്ടും നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതിനൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. കംപ്ലീഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഓക്കെ. അതിൽ ചിലത് നിങ്ങൾക്ക് റിലീസായി പോവും, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ റിലീസാവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് റിലീസാവും എന്ന് പറയാം. ആൻഡ് നിങ്ങളിൽ ഒരു ബാലൻസ് വരും. അപ്പം നിങ്ങളുടെ ലൈഫ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ്, നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിയിൽ പറയാം. ഓക്കെ, സോ അതിനുവേണ്ടി ചിലത് യെസ് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യാം, മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതുകൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ. ജസ്റ്റ് നമുക്കൊരു 2-3 ഡെക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സീ നിങ്ങളിലേക്ക് എന്താണ് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത്, ഇതൊക്കെ തന്നെയാണോ നോക്കാം. നമുക്കൊരു കൺഫർമേഷൻ. റൈഡർ, യാത്ര. ഓക്കെ, വേൾഡും യാത്രയുടെ കാര്യമാണ് ഞാൻ പറയാൻ മറന്നു. ഓക്കെ, വേൾഡ് യാത്രയുടെ കാര്യമാണ്. സോ മേ ബി ട്രാവലിംഗ് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കൂടി പറയാം. ചൈൽഡ്. ഓക്കെ, വെരി നൈസ്. ക്ലോവർ ലക്കാണ്. സ്നേക്ക്. ഓക്കെ, സാരി. ഗാർഡൻ. വെരി ഗുഡ്. ഓക്കെ, ഐ തിങ്ക് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്തപ്പോഴും സിമിലർ ആണ് വന്ന എനർജി. അതേ കാര്യങ്ങളാണ് വീണ്ടും കാണുന്നത്. ഓക്കെ, ഗാർഡൻ അഗെയിൻ നമുക്കറിയാം എല്ലാവർക്കും ഇതൊരു സെലിബ്രേഷൻ പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരുന്നു, സെലിബ്രേഷൻസ് വരുന്നു എന്ന രീതിക്ക് എടുക്കാം. റൈഡർ ഞാൻ പറഞ്ഞ പോലെ യാത്ര. ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യും കുറച്ചൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മാറ്റം, സ്ഥലം മാറ്റം എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ലൈഫിൻ്റെ മാറ്റം എന്നും എടുക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ചൈൽഡ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കുട്ടികളെക്കുറിച്ച് ഇന്നലെ ഞാൻ ഐ തിങ്ക് റീഡിങ്ങിൽ വന്നിരുന്നു. നിങ്ങൾ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വേണം, പ്രഗ്നൻ്റ് ആവണം എന്നാണെങ്കിൽ യെസ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതും ഓക്കെ ആവും. ഓക്കെ, ബട്ട് ക്ലോവർ ഉണ്ട് ഇവിടെ. ക്ലോവർ ലക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ലക്ക് വരുന്നു എന്നാണ് പറയാം. എല്ലാ തരത്തിലും ഇത് മണി ലക്കാണ് കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിൽ ലക്ക് വരുന്നു എന്ന രീതിക്ക് പറയാം. ആൻഡ് ഇവിടെ സ്നേക്ക് ഉണ്ട്. ഐ തിങ്ക് വാർണിംഗ് ഉണ്ട്, കുറച്ചൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഡെവിൾ എനർജി. ഓക്കെ, സൂക്ഷിക്കേണ്ടതുണ്ട് കുറച്ച്. അതായത് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഡെവിൾ എനർജി ഉണ്ടാവാം, ഏതെങ്കിലും വ്യക്തികളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാവാം, ഒന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് യെസ് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ സ്നേക്ക് ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ അതിങ്ങനെ ഓർത്തു പോവാണ്. മേ ബി എനിവേ അത് പോട്ടെ. ഇവിടെ ഇപ്പോൾ ഇത് വാർണിംഗ് ആയിട്ടാണ് എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും നെഗറ്റീവ്നെസ്, ഞാൻ പറഞ്ഞു ലേസിനെസ്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മടി തോന്നുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ മനസ്സിലെ പേടികൾ, അതൊക്കെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും എന്തെങ്കിലും ഡെവിൾ എനർജി ഉണ്ടാവാം, അത് സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതും ഒന്ന് ശ്രദ്ധിക്കാം. ചിലവർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നെഗറ്റിവിറ്റി, ചിലവർക്ക് പുറത്ത് ആരെങ്കിലും നിങ്ങളെന്തെങ്കിലും ദ്രോഹിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. സോ അതും കൂടി ഒന്ന് സൂക്ഷിക്കുക. വാർണിംഗ് വീണ്ടും വരുന്നുണ്ട്, ഇന്നലെയും വന്നു തോന്നുന്നു. സോ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവ് തിങ്കിങ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ അട്രാക്ട് ചെയ്യും. ഓക്കെ, മാറ്റിയെടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ നല്ലത് നിങ്ങൾക്ക് വരും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.